ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായി അകന്നു എന്ന് അവർക്ക് മനസ്സിലായാൽ, അല്ലെങ്കിൽ നിങ്ങൾ മോൺ ചെയ്തു എന്ന് അവർക്ക് ഫീൽ ചെയ്താൽ ഏത് തരത്തിലായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുക, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഓവറോൾ എനർജി എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം. ഫോർ ഓഫ് വാട്ടർ. ഇനി നമുക്ക് പേഴ്സൺ എനർജി എടുക്കാം. എയ്റ്റ് ഓഫ് ഫയർ ആണ് പേഴ്സൺ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം സാറ്റിസ്ഫൈഡ് അല്ലാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു താല്പര്യം നിങ്ങൾക്ക് മനസ്സിനകത്ത് തോന്നുന്നില്ല. ദാറ്റ് മീൻസ് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തരം മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടാവാം. ചിലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ പേഴ്സൺ കൂടെ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഒരു സംശയമോ അല്ലെങ്കിൽ ആ ഒരു പഴയ സ്നേഹം അവർക്കില്ല. അവരെന്തിനോ വേണ്ടി എന്നോട് ഇങ്ങനെ കാണിക്കുകയാണോ, യഥാർത്ഥത്തിൽ അവർക്ക് ജെനുവിനായിട്ട് എന്നോട് ഇഷ്ടമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് എനർജിയിൽ അത്ര അധികം സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ നിങ്ങളുടേതായിട്ട് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചിലർ ഈ പറഞ്ഞ പോലെ പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ പേഴ്സൺ, അല്ലെങ്കിൽ അവരെ എത്രയോ എന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഇപ്പോൾ അതുപോലെയൊന്നുമല്ല, ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരോട് പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, പക്ഷെ അവരൊരു നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന മറുപടിയോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സൺ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു അവസ്ഥയായിരിക്കണം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം തൃപ്തികരമല്ല. എപ്പോഴും ആ ഒരു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്നോട് എന്തൊക്കെയോ ഒരു സ്നേഹക്കുറവുണ്ട്, പഴയ അടുപ്പം ഇല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു തരത്തിലുള്ളൊരു മടുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഏതോ ഒരു തരത്തിലുള്ളൊരു മിസ്സിങ് അനുഭവപ്പെടുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ചിലർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല, നോ കോണ്ടാക്റ്റിലായിരിക്കാം, അപ്പോഴും ഈ ഒരു പേഴ്സൺ ഇല്ലല്ലോ എന്നുള്ള ആ ഒരു മിസ്സിങ് ഫീലിംഗ് ആയിരിക്കാം. അപ്പോൾ പൊതുവെ നിങ്ങളുടെ എനർജിയിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഇത്തരത്തിൽ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഒരു ലോസ് ഫീലിങ്ങിൽ ഇരിക്കുന്ന ആ ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനായിരിക്കാം, കോൾ ചെയ്യാനായിരിക്കാം, അത്തരത്തിലുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സണിലുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ വളരെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് മിണ്ടുന്നില്ല, അവർ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവരിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു എനർജി ഒരു ഗ്രീൻ ലൈറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഇനിയല്ല, ഈ പറഞ്ഞതുപോലെ കൂടെയുണ്ട്, പക്ഷേ വലിയൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ കയ്യിൽ സംഭവിക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിലും കുറച്ച് കാര്യമായിട്ട് നിങ്ങളോട് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിനകത്ത് അവർ പ്ലാൻ ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ അവരുടെ എനർജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടേതിനേക്കാളും. ഇപ്പോൾ നമ്മൾ ഈ പഴയ ആൾക്കാർ പറയുന്ന പോലെ ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടെന്ന് പറയും. അതായത് രണ്ട് കാര്യമാണെന്നുണ്ടെങ്കിലും തൃപ്തികരമല്ല. രണ്ട് പേരുടെയും വേർഷൻസിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും രണ്ടിലും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്ന ഒരു പ്രതീതി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഒരു വ്യക്തിയായിട്ട് നമ്മളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അവരുടെ ഒരു മെസ്സേജ്, കോൾ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ, അതിന് ശേഷമേ നമ്മൾ വലിയ ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. എങ്ങനെയെങ്കിലും അവരോടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ആ ഒരു നോ കോൺടാക്റ്റ് ഒന്ന് ബ്രേക്ക് ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക. എന്നാൽ അതേസമയം പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്തൊക്കെയോ ഒരു ഒളിയും മറയുണ്ട്. അല്ലെങ്കിൽ പഴയ സ്നേഹം ഇല്ല എന്നുള്ള തോന്നൽ. ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് വിട്ട് പറയുന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴത്തേക്കും അവിടെയും ഒരു തൃപ്തിക്കുറവാണ്. എന്നോട് സ്നേഹമുണ്ടോ? ഇല്ലയോ? അപ്പോൾ അങ്ങനെയായിരിക്കും കൂടുതൽ തോട്ട് പോകുന്നത്. നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ ഉണ്ടാകുന്ന കൂടുതൽ കാര്യങ്ങൾ, അവർക്ക് എന്നോടിപ്പോൾ പഴയ സ്നേഹമില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യതയുടെ പേരിൽ എനിക്ക് വേണ്ടി നിൽക്കുന്നതാണോ? അങ്ങനെയൊക്കെയുള്ള ഒരു 100,000 ചോദ്യങ്ങളായിരിക്കും. എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ പെട്ടിരിക്കുന്നതായിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ. ഇവിടെ ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മുതിരുന്ന എനർജിയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു റെസ്പോൺസ് നല്ലത്? 8 of Pentacles, 5 of Cups, King of Wands, 10 of Cups, Queen of Pentacles, 9 of Pentacles, 5 of Pentacles, 7 of Cups, Tower, Strength, Hanged Man, King of Pentacles, Ace of Swords, Judgment, Ace of Cups, 4 of Wands, Magician. അപ്പോൾ നമ്മളുടെ സ്പ്രെഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈയിടെയായിട്ട് ചിലർ പറയുന്നുണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. പണ്ട് അവർക്ക് കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുമായിരുന്നു. ഈ ഇടയായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. ചിലർ ചാനലിൽ കയറി നോക്കുമ്പോഴാണ് വീഡിയോ വന്നതായിട്ട് അറിയുന്നത്. അപ്പോൾ വീഡിയോ വന്നിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ടാവും. പക്ഷേ ഇവർ ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ നമ്മുടെ പഴയ പണ്ടുകാലം മുതലേ ഉള്ള വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റീഡിംഗ് ഇടുന്നത്, ഏത് സമയത്താണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ചിലപ്പോൾ പുതിയ വ്യക്തികളായിരിക്കാം അറിയാൻ പറ്റാത്തത്. നമുക്ക് ഡെയിലി ഒരു വീഡിയോയെ പോസ്റ്റ് ചെയ്യുള്ളൂ. ലോങ് വീഡിയോ ഒരെണ്ണമേ പോസ്റ്റ് ചെയ്യുള്ളൂ. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. ഇപ്പോൾ സാധാരണയായിട്ട് രാത്രി 12 മണിക്കുള്ളിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് നെറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ വൈകുന്നത് കൊണ്ടോ ഒക്കെ നെക്സ്റ്റ് ഡേയിലേക്ക് കയറി പോകാറുണ്ട്. അതായത് വെളുപ്പിന് 1 മണി ഒക്കെ പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് മാക്സിമം 12 മണിക്ക് മുൻപ് തന്നെ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോയേ ഉള്ളൂ. അത് നൈറ്റ് ടൈമിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇൻ കേസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി വീഡിയോസ് എന്നുള്ള സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് കിടക്കുന്ന വീഡിയോ ആയിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ഇനി അഥവാ നമുക്ക് വീഡിയോ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോസ്റ്റ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് ഇതുപോലെ നൈറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇടാറുണ്ട്, വീഡിയോ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിനി സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഫസ്റ്റുള്ള കാർഡ്സ് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും അവർക്ക് കടുത്തൊരു നിരാശ അനുഭവപ്പെടുന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു, നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോവുകയാണ്, ഈ റിലേഷൻഷിപ്പ് ക്വിറ്റ് ചെയ്യാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷമം, നഷ്ടബോധമൊക്കെ തോന്നും. അതോടൊപ്പം തന്നെ അവർക്കൊരു വാല്യൂ ഇല്ലാതെ ആയി പോയോ എന്നുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഒക്കെ അവരിൽ കാണാം. എന്നാൽ അതുപോലെ തന്നെ അവർ
ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ അവർക്കുള്ളൊരു മനസ്സും അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയും നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒന്നും കൂടി നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നതായിട്ട് തന്നെ കാണാം. മാത്രമല്ല, ഇപ്പം നമ്മൾ ഓൾറെഡി ആ ഒരു പേഴ്സൻ്റെ എനർജി എടുത്തപ്പോൾ നമുക്ക് നമുക്ക് കിട്ടിയത് തന്നെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ്. നേരത്തെ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിരിക്കാം, നിങ്ങളോട് സംസാരിക്കാനായിരിക്കാം, ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. മേ ബി അതും കൂടി കൊണ്ടായിരിക്കാം അവർക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആയിരുന്നല്ലോ, എന്നിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങളെക്കുറിച്ച് ഒരു ചില ഫ്യൂച്ചറിലെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു സങ്കടം, നഷ്ടബോധം, അവർക്കൊരു വാല്യൂ ഇല്ലാതായി പോയല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനുള്ള ഒരു മാനസികാവസ്ഥയും നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ സ്പ്രെഡ് എടുക്കുമ്പോൾ ആ ഒരു പേഴ്സൺ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറമെ അറിയിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഏഹ്, ഇതാവുന്ന ഒരു ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോട് അവരുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങൾ എന്താണോ അത് അവർ എക്സ്പ്രസ് ചെയ്യും. കറക്റ്റായിട്ട് ജെനുവിനായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് ആകെ ഒരു പരിഭ്രാന്തി തോന്നാം, വിഷമം, നഷ്ടബോധം, നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു എനർജീസ് എല്ലാം ഫീൽ ചെയ്യുമ്പം അതെല്ലാം നിങ്ങളോട് അതേപടി എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അവരത് ഹൈഡ് ചെയ്ത് വെക്കുകയൊന്നുമില്ല. അവർ തീർച്ചയായിട്ടും അത് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ. ചിലപ്പോൾ നിങ്ങളോട് വീണ്ടും കാര്യം തിരക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഇതിനകത്തേക്ക് റിലേഷൻഷിപ്പിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം തരാനും ഒക്കെ സാധ്യതയുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് അവിടെയെല്ലാം കാണാനായിട്ട് കഴിയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരില്ലാതെ മുന്നോട്ട് പോവാൻ മാത്രം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയോ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും അവർക്കുണ്ടാവുന്നത്. ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് തീർച്ചയായിട്ടും അവരും കൂടി ഉണ്ടെങ്കിലേ നിങ്ങൾ ഹാപ്പി ആവുള്ളൂ, സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അതുപോലെ തന്നെ അവരെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുന്നതായിട്ടും വിഷമിപ്പിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ 2 എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒറ്റപ്പെടൽ, മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥ, നിരാശ ഒക്കെ കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അതിന് പകരമായിട്ട് വേറെ എന്ത് കാര്യം വന്നാലും ഹാപ്പി ആവാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു വ്യക്തി തളർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമായിരിക്കും. നിങ്ങളങ്ങനെ അവരെ പുറന്തള്ളിക്കൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത്രയും സന്തോഷത്തോടെ മാറി പോവാൻ കഴിയുമോ എന്നുള്ളത്. അവരില്ലാതെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് തീർത്തും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവരെ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ അവർക്കൊരു ഇതെന്താണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കയറി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന മിക്ക ഫീലിങ്സും ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വലുതായിട്ടുള്ള ഒരു രീതിയിലുള്ളൊരു തകർച്ചയാണ്. അവരുടെ ഒരു മൈൻഡ് തകർന്നു പോകുന്നൊരവസ്ഥയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്ന അവസ്ഥ. അവർക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് തകർന്നു പോകുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് തോന്നില്ലേ ചില കാര്യങ്ങൾ വരുമ്പോൾ ഇതെന്താണ് യാഥാർത്ഥ്യം തന്നെയാണോ? അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ? അല്ലെങ്കിൽ ഞാനൊരു ഇല്യൂഷനിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? എൻ്റെ വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്നൊക്കെ തരത്തിലുള്ള ആ ഒരു ജിജ്ഞാസയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇങ്ങനെയുള്ള ഒരു എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾ അവരെ ഇട്ട് പോവുകയൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവും എന്നുള്ളൊരു ധാരണ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും വിഷമിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയായിരിക്കണം. കാര്യം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു നിരാശയിലാണ് നിൽക്കുന്നത്. അത്രയും അങ്ങോട്ടൊരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കുള്ള ആ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത മൈൻഡ് സെറ്റൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്കിൽ കൂടിയും ഇവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള വലിയൊരു കഥയില്ലാത്ത വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവരുടേതായിട്ടുള്ള എല്ലാ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആകെ ഒരു നിയന്ത്രണം കിട്ടാത്ത രീതിയിൽ വിഷമിച്ചു പോകുന്നതും മൊത്തത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഒരു പാനിക്കായി പോകുന്ന ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു
ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു സമയമെടുക്കും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട്. പെട്ടെന്ന് അവർക്കിത് താങ്ങാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു നല്ല രീതിയിൽ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊന്ന് ഓക്കെ ആവാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് എടുക്കാനായിട്ടുള്ള കുറച്ച് സമയം വേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവരാകെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കാത്തിരുന്ന് കഴിഞ്ഞാൽ അർത്ഥം ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജി, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു മെച്യൂർ ആയിട്ടൊക്കെ രീതിയിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളിങ്ങനെ കണ്ടാൽ പോരാ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരവസ്ഥ. ഇനി മറ്റൊരു ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ തക്കവണ്ണം ഒരു പ്രാപ്തിയുള്ള ഒരു പേഴ്സണാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പോയി അപ്പോൾ ഉള്ളിൽ വിഷമമുണ്ടെന്നുണ്ടെങ്കിലും കാണിക്കാതെ ആ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ ഫ്രസ്ട്രേഷൻസ് ആയിരിക്കും എടുക്കുന്നത് മുഴുവൻ. ഇപ്പോൾ പുറമെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, ദേഷ്യപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെക്കാളും മികച്ചത് എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പ്രതികരിച്ച് കാണിച്ചു കൊടുക്കുക, ഞാൻ ഹാപ്പിയാണെന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയൊന്നുമല്ല. അവരുടെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടി ഒരു സിമ്പിളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്നസെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു പേഴ്സൺ എനർജി ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസനേറ്റ് ആവില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനൊന്നും മടിയില്ല. ആ ഒരു സമയത്ത് അവർ എന്നാൽ എൻ്റെ ഈഗോയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അവരാകെ തകർന്നു പോയി കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇനി എൻ്റെ ഭാഗത്ത് നിന്നുള്ള എൻ്റെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും എല്ലാ ആംഗിളിലും അവർ ചിന്തിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം കാര്യങ്ങളായിരിക്കും നിങ്ങളെ വിഷമിപ്പിച്ചത് എന്നുള്ള രീതിയിൽ പോലും ചിന്തിക്കുന്ന ആ ഒരു എനർജി കുറച്ചും കൂടി പക്വതയുള്ള രീതിയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ആദ്യത്തെ എനർജീസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ഷിഫ്റ്റ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് വളരെ കാര്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പുറകെ വരും. അപ്പോഴും നിങ്ങൾ പറയുകയാണില്ല എനിക്ക് താല്പര്യമില്ല, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പുറകെ വരുന്ന ആ ഒരു എനർജി എന്ന് തന്നെ പറയാം. അതൊരു ബെഗ് ചെയ്ത് വരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഒരാളോട് എന്നെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ? അത് പറഞ്ഞ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഒരവസരം എനിക്ക് തരൂ എന്നുള്ള രീതിയിൽ വേണം നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളില്ലാതെ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും എവിടെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എനിക്ക് വേണ്ടിയുണ്ട്. അവരുടെ മനസ്സിൽ ഞാനുണ്ട് എന്നറിയുന്നത് വളരെ സന്തോഷമായിട്ട് കരുതുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുന്നു. ഇപ്പോൾ ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട് തന്നെ നമുക്കിത് കാണാം. അവർക്ക് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഏഹ്, എന്താ പറയുന്നത്, ഒരു സാന്നിധ്യം അദൃശ്യമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രം ഹാപ്പി ആവാൻ കഴിയുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാം. ആ ഒരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വീണ്ടും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള അവരുടെ ഒരു ചിന്താഗതിയാണ്. തീർച്ചയായിട്ടും അവർ അപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷണലി നിങ്ങളോട് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. മിസ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് എല്ലാം വിട്ടുപോയി എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്തായിരിക്കും എല്ലാ ഇമോഷൻസും ചിലപ്പോൾ അതുവരെ അടക്കി പിടിച്ച ഇമോഷൻസ് വരെ ചാടി പുറത്ത് വരുന്നത്. എത്രത്തോളം നമ്മൾ അവരെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്തായിരിക്കാം. അല്ലെങ്കിൽ അവരില്ലെങ്കിൽ ഞാൻ ആകെ ഡ്രൈ ആയി പോകുമെന്ന് മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം എന്ന് പറഞ്ഞ പോലെയുള്ള ആ ഒരു എനർജീസൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഇവിടെ ഈ ഫൈനലി വന്നിട്ടുള്ള 2 എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. അവർ നിങ്ങളുടെ അടുത്താണ് അവർക്ക് ആ ഒരു ഹോംലി ഫീലിംഗ്, അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുള്ളതാണ്. ഈ മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എത്ര ബുദ്ധിമുട്ടിയാണ്, എത്ര പണിപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് കാണിക്കുന്ന ഒരു മനസ്സ്, നിങ്ങൾക്കിപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിലായിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ നിന്നെ എന്നിലേക്ക് കൊണ്ടുവരും, മടക്കി കൊണ്ടുവരും, അതിനുള്ള കഴിവുണ്ട്, എൻ്റെ നിങ്ങളോടുള്ള സ്നേഹത്തിന് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിയാനായിട്ട് അവർ
സമ്മതിക്കില്ല, അല്ലെങ്കിൽ അത്രയേറെ അതിനായിട്ട് അവർ എഫേർട്ട് ഇടും എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ഈ ഒരു പേഴ്സണ് നിങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു വ്യക്തിയാണ്. അവരവരുടെ ഫീലിങ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളോട് ജെന്യുവിൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. എല്ലാ തരത്തിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി കൂടിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ എനർജിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത മൈൻഡ് സെറ്റ് കാണാനുള്ള കാരണം എന്ന് പറയുന്നത്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സൺ ഇടയ്ക്ക് വരിക, സംസാരിക്കുക, നല്ല രീതിയിൽ പോവുക, പക്ഷേ വീണ്ടും ഒരു ഡൗൺ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടത് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഉയരാൻ പറ്റണമെന്നില്ല. നിങ്ങളാകെ ഡെസ്പായിരിക്കുന്ന ഒരു അവസരത്തിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ വന്നേക്കാം, വീണ്ടും സന്തോഷത്തോടെ പോയേക്കാം, പക്ഷെ വീണ്ടും താഴെ പോകുന്നു. അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു നിരാശയും കാര്യങ്ങളും വരാം. അതായത് ഞാൻ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിനകത്തൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലൊരു നല്ല രീതിയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിചാരമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് വിട്ട് കളയാൻ പറ്റാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് അവർ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ഏരീസ്, ലിയോ, സ്കോർപിയോ, ജെമിനി ആൻഡ് വിർഗോ. ഇനി അതുപോലെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 8, നമ്പർ 12, നമ്പർ 16 ആൻഡ് നമ്പർ 20. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിൽ നിങ്ങൾക്ക് കുറച്ചൊരു മടുപ്പായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഒരു പക്ഷേ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം, നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.